കഴിഞ്ഞ ദിവസം നമ്മുടെ സംഘി സുരേഷ് ഗോപി ഒരു പാവം വൃദ്ധനെ അപമാനിച്ചത് വീഡിയോ കാണാം. ഇന്നൊരു കൂടുതൽ കാര്യം പറയാനുണ്ട്. വീഡിയോ കണ്ടു. സന്തോഷമുള്ള കാര്യമാണ്, കഴിഞ്ഞ ദിവസം പോലെ സങ്കടമുള്ള കാര്യമല്ല. എം പിയുടെ ജോലി എം പിക്ക് ആരാക്കിയതാണ് മനസ്സിലാവും. തൃശ്ശൂർ പുള്ളിയിൽ നടന്ന സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം തൃശ്ശൂരാണ് ഈ ഒരു സംഭവം നടന്ന് നമുക്കറിയാം. അവിടെ ഒരു പാവം വൃദ്ധൻ വീടില്ല, തകർന്നു തരിപ്പണമായിരിക്കുന്നു. തൊട്ടപ്പുറത്ത് സായിപ്പിലാണ് ഇപ്പോൾ വൃദ്ധൻ താമസിക്കുന്നത്. അപ്പൊ തന്റെ വീടൊന്ന് പുതുക്കി പണിത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അപേക്ഷയുമായിട്ടാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആ നന്മമര എം പിയുടെ മുമ്പിലേക്ക് ആ പാവം വൃദ്ധൻ എത്തിയത്. ആ വൃദ്ധന്റെ കയ്യിലേക്ക് തന്റെ അപേക്ഷ അങ്ങോട്ട് നീട്ടുന്നു. അത് തുറന്നു നോക്കാൻ പോലും എം പി ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരുകാര് സത്യം പറയല സമ്മതിച്ചു പോയി. നമ്മുടെ തൃശ്ശൂരുകാര് ജയിപ്പിച്ചുവിട്ടാ ആ മനുഷ്യൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, പറഞ്ഞു കഴിഞ്ഞു ഇതൊന്നും എം പിയുടെ പണിയേ അല്ല എന്നാണ്ട് പറഞ്ഞു കഴിഞ്ഞു. ആ പാവം വൃദ്ധൻ ഒരക്ഷരം മിണ്ടാതെ തിരിച്ചു പോകും നമുക്ക് കാണാം. ഒപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ഒരു നീല ഷർട്ടുകാരൻ, അദ്ദേഹം ഇതേപോലൊരു അപേക്ഷയുമായിട്ട് വന്നിട്ടുണ്ട്. തന്റെ കൂട്ടുകാരൻ അപമാനിക്കപ്പെട്ടത് കണ്ടപ്പോൾ തന്റെ കയ്യിൽ അപേക്ഷ കൊടുക്കാതെ അത് മെല്ലെ സൈഡിലേക്ക് മാറ്റിവെക്കുന്നത് നമ്മളെല്ലാവരും വ്യക്തമായി കണ്ടതാണ്. ഇന്ന് ആ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് സന്തോഷ വാർത്ത എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഈ മനുഷ്യൻ സംസാരിക്കുന്നത് കേൾക്കാം. കലിംഗ വികസന ചർച്ചയ്ക്കിടെ ഒരു വൃദ്ധൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കുന്നതും അദ്ദേഹം അത് എം പിയുടെ പണിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയക്കുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അത് പുള്ളു സ്വദേശിയായ കൊച്ചുവേലായുധനാണ്. കൊച്ചുവേലായുധൻ നമുക്കൊപ്പം ശരിയാണ്. എന്താണ് ചേട്ടാ അന്ന് സംഭവിച്ചത്? ഞാൻ കൊടുക്കുന്ന നേരത്തെ അവിടെ അപ്പൊ ഇരിക്കാൻ പറഞ്ഞിട്ട് ആൾക്കാരും ഇരുന്നയാള് വേറെ ആളും അപേക്ഷ കൊടുക്കുന്നുണ്ടാവും. അതിനാൾ മൂന്നാല് അവിടെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോ ഞാൻ ഇത് കൊണ്ട് കൊടുത്തു. ആ കൊണ്ടു കൊടുത്തതിന് ശേഷമുള്ള സന്ദർഭങ്ങളെല്ലാം നമുക്ക് അറിയാം. കാരണം രണ്ടാളാണ് വന്നത്, രണ്ടുപേരും പാവപ്പെട്ടവരാണ്, വൃദ്ധന്മാരാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാകത്തത് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഒട്ടും ഒരു രാഷ്ട്രീയക്കാരനെ അല്ല എന്ന് ഞാൻ പറയാൻ കാരണം, അയാൾ രാഷ്ട്രീയക്കാരന്റെ അപ്പുറത്തേക്ക് ഒരല്പം മനുഷ്യത്വമെങ്കിലും ഉണ്ടാവണമായിരുന്നു. ഇലക്ഷന് മുമ്പ് എന്തായിരുന്നു നിന്റെ പൊന്നു മക്കളെ മനുഷ്യത്വം. കണ്ണി കണ്ട നാട്ടുകാർക്ക് മുഴുവൻ അയാൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയായിരുന്നു. സ്നേഹം അങ്ങനെ ഒഴുകുകയായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു തേങ്ങണ മൂടില്ല. എന്താണ് പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായന എന്ന് നമ്മുടെ നാട്ടിൽ പറയും. അതിനാണ് സുരേഷ് ഗോപി ചേട്ടൻ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. എന്തായാലും ഈ മനുഷ്യന്റെ വാക്കുകളിലേക്ക് കടക്കാം. ഇതിന്റെ വിഷയല്ലപ്പോ അപ്പൊ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. ഞാൻ അവിടെ നിന്നിരുന്നു. ഇത് കണ്ടപ്പോ എരിച്ചിരുന്നുള്ള ആൾ അവനും കൊടുത്തില്ലേ. സങ്കടമായി. എനിക്ക് മൈക്ക് മേടിച്ച് പറയുന്നുണ്ടാണ് സാറേ. എനിക്ക് അത്യാവശ്യം പറയാൻ അറിയില്ല. രാഷ്ട്രീയത്തിൽ കിട്ടുന്ന നേതാക്കന്മാരെ കൂടെ നടന്ന് ഉയരം പിടിച്ചിട്ടുണ്ട്. അപേക്ഷയിൽ പറഞ്ഞിരുന്നത് നോക്കൂ, ഇദ്ദേഹം പറയുന്നത് ഞാൻ മാത്രമല്ല വീടിന്റെ കാര്യമായിട്ട് ചെന്നതാ. അപ്പൊ ഇതല്ല ഇവിടെ ചർച്ച എന്ന്. എന്റെ പൊന്നു സുരേഷ് ഗോപി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ലെവലേശം അറിയാത്ത രാഷ്ട്രീയക്കാരാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് എന്ത് വിഷയമല്ലെങ്കിൽ എന്ത് വിഷയമാണെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത്, അതും തൃശ്ശൂരിൽ നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മനുഷ്യനാണ് ഒരു അപേക്ഷയുമായി വന്നിരിക്കുന്നത്. മനസ്സിലാക്കൂ. നിങ്ങൾ തലയിൽ ആ ചാണകവും സംഗീതവും മാത്രമായിട്ട് എല്ലാവരെയും ശത്രുപക്ഷത്ത് കാണുന്ന ഒരു മനസ്സ് നിങ്ങളൊന്ന് ഒഴിവാക്കൂ. നിങ്ങൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ 3-4 നേരം അങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടായില്ല. നിങ്ങൾ തൊട്ടു മുമ്പിലുള്ള ആളുകളൊക്കെ കാണാനുള്ള ഒരു മനസ്സ് കാണിക്കണം. നിങ്ങൾ എന്തോ ഒരു കലിങ്കിന്റെ ചർച്ചയിലായിരുന്നു. എന്ത് കലിങ്കിന്റെ ചർച്ചയിലാണെങ്കിലും ഈ ചർച്ചയുമായി പെടാത്ത ഒരു മനുഷ്യൻ, ആ ഒരു സന്ദർഭത്തിൽ തിരിച്ചറിയാൻ കഴിയാത്തൊരു മനുഷ്യൻ ആ ഒരു അപേക്ഷമായിട്ട് വരുമ്പോൾ അതൊന്ന് നോക്കി വായിച്ചിരുന്നുവെങ്കിൽ, അറ്റ്ലീസ്റ്റ് അത് ഞാനല്ല നോക്കേണ്ട വേറെ ആളാണ്, ഞാൻ അവരെ ഏൽപ്പിക്കാം കേട്ടോ എന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നോക്കാം എന്നെങ്കിലും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു തരത്തിൽ പറഞ്ഞ് നോക്കാം എന്നുള്ള വാക്ക് പോലും സുരേഷ് ഗോപി പറയാതിരുന്നത് വളരെ നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശരിയാണ്, സുരേഷ് ഗോപി അദ്ദേഹത്തെ ആട്ടിവിട്ടത് നന്നായി എന്നൂടെ ഞാൻ പറയും. അതിന്റെ ഉത്തരം ലാസ്റ്റ് ആണ്. ബാക്കി കേൾക്കാം. വീടിന് വേണ്ടിട്ടാണോ? വീടിന് വേണ്ടി തന്നെ അല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. കിടക്കാൻ സ്ഥലമില്ല. ഇതായിട്ട് എനിക്ക് സുഖമില്ല. ഓപ്പറേഷൻ 2 കൊല്ലായി.
എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിൽ സഹായം ചെയ്യുന്നുണ്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിന് ശേഷം പിന്നെ ഒന്നും കിട്ടിയില്ല. പിന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു, വെള്ളം കയറിയതിന് അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കൂ, ആ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര നിഷ്കളങ്കരാണ് ലാച്ചേട്ടൻ, എത്ര നിഷ്കളങ്കരാണ്. ഒരു സാധാരണ മനുഷ്യൻ, നമ്മളൊക്കെ പോലെ തന്നെയുള്ള ഒരു സാധാരണ മനുഷ്യൻ. നമ്മൾക്ക് ഒരു മുത്തച്ഛന്റെ പ്രായമുണ്ട്, നമ്മുടെ അച്ഛൻ്റെ ഒക്കെ പ്രായം. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഒരുപാട് പ്രതീക്ഷയോടെ. കാരണം സുരേഷ് ഗോപി ഭയങ്കര പ്രതീക്ഷയുള്ള ഒരാളാണല്ലോ. അങ്ങനെ കയറ്റി വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാവരും മനസ്സിൽ എന്തും ആർക്കും എന്ത് എടുത്തും കൊടുത്തുക്കുന്ന ഒരു മനുഷ്യൻ, സഹായം ഇങ്ങനെ ഒഴുകുന്ന ഒരു മനുഷ്യൻ എന്നൊക്കെ കേട്ടതിന്റെ ഭാഗമായിട്ട് ഏതോ ഒരു മനുഷ്യൻ എഴുതിക്കുട്ടൊരു അപേക്ഷയുമായിട്ട് പാവം വീട് നേരാക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വന്നാണ്. കിട്ടില്ല എന്ന് മാത്രമല്ല, ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് അപമാനിക്കപ്പെട്ടു. സുരേഷ് ഗോപി, നിങ്ങൾക്കിത് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഇങ്ങനത്തെ കഷ്ടപ്പാടൊന്നും അനുഭവിച്ച് ജീവിച്ചു വന്ന ആളല്ല. വെള്ളിക്കരണ്ട് സ്വർണ്ണക്കരണ്ട് ഒക്കെ നാവിന്റെ ചുണ്ടത്ത് വായന്റെ ചുണ്ടത്തൊക്കെ വെച്ച് വന്ന ആൾക്കാരാണ്. ലൈൻലെറ്റില് ഏറെക്കാലം എന്താ പറയാ പോലീസായിട്ട് പരസ്യ ഒരു മനുഷ്യനാണ്. അങ്ങനത്തെ എല്ലാ പ്രിവിലേജും കണ്ട് ആസ്വദിച്ച നിങ്ങൾക്ക് ഈ വൃദ്ധന്റെ വേദന ഒരു കാരണവശാലും മനസ്സിലാവില്ല. എതിരാത്തിനപ്പുറത്ത് നിങ്ങളൊരു BJP കാരനാണ്, നിങ്ങൾ തീവ്ര ഹിന്ദുത്വവാദിയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അപരന്റെ വിഷമങ്ങൾ തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നൊരു സന്തോഷ വാർത്ത അത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു വീട് കൊടുക്കാതിരുന്ന സംഗതിക്ക് ഇപ്പൊ നമ്മുടെ അബ്ദുൽ ഖാദർ MLA ആയിരുന്നു, അദ്ദേഹം ഒരു എഴുത്ത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയും തൃശൂർ MP സുരേഷ് ഗോപി നിവേദനമടങ്ങിയ കവർ തുറന്നുപോലും നോക്കാതെ, നിവേദനം സ്വീകരിക്കലല്ല ഒരു MP പണി എന്ന് പറഞ്ഞ് അവഹേളിച്ച് പറഞ്ഞയച്ച കൊച്ചുവേലായുധന്റെ വീട് CPIM നിർമ്മിച്ചു നൽകും. ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറയാമെന്ന് പറഞ്ഞ ആ ഒരു സന്തോഷ വാർത്ത. അതിന് CPM നോക്കും. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി പാർട്ടിക്ക് വേണ്ടി ഈ ഉറപ്പ് നൽകി. കഴിഞ്ഞ ദിവസമാണ് കൊട്ടിഘോഷിച്ച് ചേർപ്പ് പുള്ളിയിൽ കലുങ്ക് വികസന സംവാദം സംഘടിപ്പിച്ചത്. ഇതിലാണ് പ്രദേശത്തെ താമസക്കാരനായ തായാട്ട് കൊച്ചുവേലായുധൻ ഒരു കവറിൽ നിവേദനവുമായി എത്തിയത്. വയോധികനായ ഈ സാധു മനുഷ്യനിൽ നിന്ന് നിവേദനമടങ്ങിയ കവർ വായിച്ചു പോലും നോക്കാതെ, മിനക്കെടാതെ വീട് നിർമ്മാണ പ്രശ്നം MP ജോലിയല്ലെന്ന് പറഞ്ഞയക്കുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഈ ദൃശ്യം ഉണ്ടായിരുന്നു. ഇത് വലിയ തോതിൽ ചർച്ചയായി. വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആരംഭിക്കും. നോക്കൂ, നമ്മുടെ ഒരു വക്കീല് ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്, ഈ വീട് പണി വളരെ പെട്ടെന്ന് CPM ഏറ്റെടുക്കണം. ഒരു 1, 2, 3 ദിവസം കൊണ്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ ഇദ്ദേഹത്തിന് വീട് വെക്കാനുള്ള പൈസ കിട്ടുമെന്നേ. സാധാരണ അടിപൊളി വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും. വീട് വെച്ചു കൊടുക്കുകയും ചെയ്യണം. അതിന്റെ പാല് കാച്ചിലിന് സുരേഷ് ഗോപി വിളിക്കും വേണം എന്നാണ് നമ്മുടെ വക്കീൽ വാസുദേവൻ പറയുന്നത്. എന്തായാലും അങ്ങനെ ഉള്ള ഒരു സന്തോഷത്തിലേക്കാണ് ഈ സംഗതി എത്തിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ, സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യത്വം ഈ BJP രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ കൂടുതൽ ഒട്ടുമേ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ ഒരു മനുഷ്യൻ അവഗണിച്ചുകൊണ്ട് ആ പാവം കൊച്ചുവേലായെന്നും പറഞ്ഞ ആ ഒരു പാവം മനുഷ്യന് ഒരു വീട് ലഭിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ, എന്തായാലും ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് ഇവന്മാരെന്നെങ്കിലും മനസ്സിലാക്കുക. ജയിക്കാൻ വേണ്ടി എന്തും ചെയ്തു കളയും. ആർക്കും എന്തും സ്വർണ്ണ കിരീടവും ചാർത്തിക്കളയും. മുട്ടുകുത്തി പ്രാർത്ഥിക്കാനെത്തും. ഇഴഞ്ഞും അതുപോലെ തന്നെ ശയന പ്രദക്ഷിണമൊക്കെ നടത്തും. സൂക്ഷിക്കുക, അത് ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. രാജാവാന്നൊക്കെ സ്വയം തോന്നിപ്പോയിട്ട് നമ്മൾ പ്രജകളാണെന്നുള്ള മട്ടില് നമ്മളെ കാട്ടും. അദ്ദേഹത്തിനൊക്കെ ഇത് ജനാധിപത്യ രാജ്യമാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്താൻ ഇനി എത്ര കാലം വേണ്ടി വരുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. ബൈ.